പറഞ്ഞ സമയത്ത് രാജകൊട്ടാരം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. സ്തോത്രം. രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് കയറി വന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ കൊട്ടാരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. പണമോ പൊന്നോ വെള്ളിയോ മൃഗങ്ങളോ കുതിരകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വേണ്ട എടുത്തുകൊണ്ട് പോകും. എല്ലാവരും എടുത്തുകൊണ്ട് പോയി. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഹോള് ശൂന്യമായി. അപ്പോൾ രാജാവ് നോക്കുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. രാജാവ് ആ വൃദ്ധനായ മനുഷ്യൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ലയോ വൃദ്ധ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലയോ? എന്താണ് നിങ്ങളുടെ വിഷയം? നിങ്ങൾക്കൊന്നും കിട്ടിയില്ലയോ? നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ വളരെ ദരിദ്രനാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ വല്യപ്പൻ പറഞ്ഞു, ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, രാജാവേ, എനിക്ക് കിടന്നുറങ്ങാൻ ഒരു സെന്റ് വസ്തുവില്ല, എനിക്ക് തലചായ്ക്കാൻ ഒരു ഭവനമില്ല, ഞാൻ വഴിയരിയിൽ കിടന്നാണ് ഞാൻ ജീവിക്കുന്നത്. സ്തോത്രം. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് എഴുതി തരികയാണ്, അതിനകത്ത് മനോഹരമായൊരു ഭവനം ഞാൻ നിനക്ക് വെച്ച് തരാൻ പോവുകയാണ്, സന്തോഷത്തോടെ പോകാൻ പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് രാജാവിനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, രാജാവേ, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് നിന്നെയാണ്, നിന്നെയാണ് എനിക്ക് ആവശ്യം. സ്തോത്രം. എത്ര ബുദ്ധിമാനായ മനുഷ്യൻ. രാജാവ് അവനെ ചേർത്തിട്ടിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റേതാണ്. അവനെ വിളിച്ച് കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയി. സ്തോത്രം. ഇനിയും അവൻ എന്തിനാണ് വസ്തു? എന്തിനാണ് ഇനി അവന് ഭവനം? എന്തിനാണ് അവൻ? എന്തിനാണ് വീട്? എന്തിനാണ് അവന് കുതിരവണ്ടി? എന്തിനാണ്? രാജാവിനെ സ്വന്തമാക്കിയവൻ രാജാവല്ലേ? അങ്ങനെയെങ്കിലും ഇന്ന് പാൽക്കാലം വിളിച്ചു പറയട്ടെ, മന്ത്രവാദിയല്ല നീ സ്വീകരിക്കേണ്ടത് യേശുവിനെയാണ്. യേശു നിന്റെ കരം പിടിച്ചാൽ നിനക്ക് വേണ്ടത് മുഴുവൻ അവൻ തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള എന്തെങ്കിലും വേണമേ എന്ന് പറഞ്ഞ് യേശുവിന് അടുത്ത് വരാതെ നിങ്ങൾ വരുമ്പോൾ പറയണം, കർത്താവേ, എനിക്കൊന്നും വേണ്ട, എനിക്ക് പൊന്നിയും വെള്ളം ഒന്നും വേണ്ട, എനിക്ക് വേണ്ടത് നിന്നെയാണെന്ന് പറഞ്ഞ് ആ യേശുവിനെ സ്വന്തമാക്കാനുള്ള ഹൃദയം യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.